സഹോദരന്മാരെ, ശഅബാൻ 15 രാത്രിയെ സംബന്ധിച്ച് ഖുർആനിൽ വരെ ഉണ്ട് എന്നാണ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത്. ഖുർആനിൽ പല സ്ഥലത്തുണ്ട് എന്നൊക്കെയാണ് പലരും എഴുതി വിട്ടിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ശരിക്ക് 1996 ജനുവരി 5 ഇറങ്ങിയിട്ടുള്ള റിസാല എന്ന് പറയുന്ന സമസ്തക്കാരുടെ അഥവാ AP വിഭാഗത്തിന്റെ വിദ്യാർത്ഥികളുടെ മാസികയാണ്. 1996 ജനുവരി 5 അതിൽ എഴുതുകയാണ്. അതിന്റെ ലേഖനത്തിന്റെ പേര് തന്നെ പുണ്യങ്ങളുമായി ബറാത്ത് രാവ് എന്നാണ് അതിന്റെ ഹെഡിങ്. പുണ്യങ്ങളുമായി ബറാത്ത് രാവ് എന്ന ഹെഡിങ്ങിൽ ആദ്യ പാരഗ്രാഫ് തന്നെ എന്താ പറയുന്നതെന്നറിയോ? ബറാഅത്ത് രാവിന്റെ മഹത്വങ്ങൾ സൂചിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയും. വിശുദ്ധ ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ പുണ്യരാത്രിയുടെ മഹത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ത്? വിശുദ്ധ ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ പുണ്യരാത്രിയുടെ മഹത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത്? ശഅബാൻ 15 രാത്രിയുടെ മഹത്വം വിശുദ്ധ ഖുർആനിൽ തന്നെ പല സ്ഥലത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് തെളിവ് കൊടുത്തത് എന്താ? സൂറത്തു ദുഖാനിലെ ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറയുന്ന വാചകം വാസ്തവത്തിൽ സുഹൃത്തുക്കളെ അത് ശഅബാൻ 15 രാത്രിയാണ് എന്ന അഭിപ്രായം അപ്രസക്തമാണ്, അത് അബദ്ധമാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, തീർച്ചയായും ഈ ഖുർആനിനെ, ഈ സുവ്യക്തമായ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചിരിക്കുന്നു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ. ഇതാണ് സൂറത്തു ദുഖാന്റെ തുടക്കത്തിൽ പറയുന്നത്. ആ പറയുന്ന രാത്രി ഏതാ? വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം ഏതാ? ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധ റമദാനിലാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമായത്. അതിൽ തന്നെയും ഒരു പ്രത്യേക രാത്രിയിലാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ എന്നിങ്ങനെ അല്ലാഹു വിശദീകരിച്ചിട്ടുള്ള ഫീ ലൈലത്തിൽ ഖദ്ർ എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞു. ആ ഖദ്റിന്റെ രാത്രിയാവട്ടെ അത് റമളാനിലുമാണ്. അതുകൊണ്ട് സൂറത്തു ദുഖാനിൽ പറഞ്ഞ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ഈ മുബാറകത്തായ ലൈലത്ത്, ഈ അനുഗ്രഹീതമായ രാത്രി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതും പരിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദ്ർ തന്നെയാകുന്നു എന്നാണ് മുഫസ്സിരീങ്ങളെല്ലാം രേഖപ്പെടുത്തിയത്.